പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 32-ൻ്റെ 3-4 വാക്യങ്ങൾ. Psalm 32 verses 3 and 4. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ യേശു കർത്താവിനെ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഡിസേർവ് ചെയ്യുന്നതല്ല നമുക്ക് കിട്ടുന്നത്. വി ഗെറ്റ് വാട്ട് വി ഡോണ്ട് ഡിസേർവ്. അതെന്താണെന്നറിയാമോ? അതാ ദൈവത്തിൻ്റെ കൃപ. ദാറ്റ്സ് ഗോഡ്സ് ഗ്രേസ്. യേശു കർത്താവ് ഏറ്റവും അവസാനമായി ക്രൂശിൽ സംസാരിച്ചത് എന്താണെന്നറിയാമോ? മരിക്കുന്നതിന് മുമ്പ് തനിക്ക് മനസ്സിലായി തൻ്റെ മിഷൻ ഇവിടെ തീർന്നു. അതുകൊണ്ട് ആ തിരുവചനത്തിൽ പറഞ്ഞ എല്ലാം അതുപോലെ തന്നെ നിറവേറേണ്ടതിന് യേശു കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പുളിച്ച വീഞ്ഞ കൊണ്ടുവന്ന് കൊടുത്തത്. ഒരു സ്പോഞ്ച് അതിനകത്ത് മുക്കി ആ സ്പോഞ്ച് സോക്കി തേച്ച് ഒരു ഈസോപ്പ് തണ്ടിന്മേൽ അവനത് കൊടുത്തു. അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു അത് ടേസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്നിട്ട് താൻ തൻ്റെ തല ചരിച്ച് തോളിൽ വെച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു. നമ്മളത് കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യത്തിലാണ്. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാവും വണ്ണം എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ തല ചായ്ക്കാൻ പോലും ഒരു തോളില്ലായിരുന്നു. തൻ്റെ തന്നെ സ്വന്തം തോളിലേക്ക് വെച്ച് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് എന്നുള്ളതിന് ഉള്ള ഗ്രീക്ക് വാക്ക് ടെറ്റിലെസ്റ്റായി. ആ ടെറ്റിലൈസ്ഡ് എന്നുള്ള വാക്കൊക്കെ പഴയ കാലത്തെ ടാക്സ് ഡോക്യുമെൻറ്റിനകത്താണ് കാണുന്നത്. അത് അന്ന് ഈ പെപ്പറൈസിൽ എഴുതി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബിൽ പെയ്ഡ് ഇൻ ഫുൾ. ബിൽ പെയ്ഡ് ഇൻ ഫുൾ. ആ സത്യത്തിൻ്റെ വെയിറ്റ് എത്രമാത്രം ഉണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാമോ? കുഞ്ഞെ, നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ? എന്തൊക്കെ റിഗ്രറ്റ്സ് നിനക്കുണ്ടോ? ഏതൊക്കെ തെറ്റായ വഴിയിൽ കൂടെയൊക്കെ നീ പോയി കുഴഞ്ഞിട്ടുണ്ടോ? യേശു കർത്താവിൻ്റെ ഫൈനൽ വേർഡ് എന്താണെന്നറിയാമോ? നിൻ്റെ ജീവിതത്തിൻ്റെ മേലും എൻ്റെ ജീവിതത്തിൻ്റെ മേലും അവൻ സ്റ്റാമ്പ് ചെയ്തിരിക്കുക. എന്തുവാ? ബിൽ പെയ്ഡ് ഇൻ ഫുൾ. ഇന്ന് രാവിലെ കാലം ഒന്ന് ധൈര്യം ഏറ്റെടുത്തേ. എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, കുറവുകളെല്ലാം ഉണ്ട്. പക്ഷേ ടെറ്റിലെസ്റ്റായി. ഇറ്റ് ഈസ് ഫിനിഷ്. ബിൽ പെയ്ഡ് ഇൻ ഫുൾ. എനിക്ക് വേണ്ടി അവൻ സകലതും പേ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര ഹാർഡസ്റ്റായിട്ടുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മിൽ പലരും പറയും, ദൈവത്തെ എത്രത്തോളം സ്നേഹിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ അൺഹാപ്പി ആയി പോകുന്നത്, എനിക്ക് സന്തോഷമില്ലാതായി പോകുന്നത്. നമ്മുടെ ജീവിതം ഒരു നൂലിന്മേൽ കളി പോലെ തോന്നുന്നു. എപ്പം ഇടയിൽ നൂല് പൊട്ടാം, താഴെ പോകാം. ആണോ? എന്താ കുഞ്ഞെ നിൻ്റെ ചിന്ത? എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും മെസ്സപ്പായിട്ട് ജീവിതം പോകുന്നത്? ഞാൻ പറയട്ടെ, രക്ഷ അതിൻ്റെ ഫുൾ വർക്ക് നമ്മളിൽ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എന്താ മീൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയാം. നമ്മൾ ഒരു വിശ്വാസ ജീവിതം ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് വിശ്വാസ ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്ന്. വി ആർ നോ ലോങ്ങർ സിന്നേഴ്സ്. കൃപയാൽ നാം എല്ലാം പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഇതാണ് മഹത്വകരമായ സത്യം. പക്ഷേ നമ്മൾ അങ്ങ് മറന്നു പോകും.
പാപമെന്ന് പറഞ്ഞാൽ എന്തുവാന്നുള്ള അതിൻ്റെ ആ ഒരു ഫുൾ റീച്ച് നമ്മൾ അങ്ങ് മറന്നു കളി. തിമോത്തി കെല്ലർ താൻ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, ദ റീസൺ ഫോർ ഗോഡ്. അതാണ് തൻ്റെ ഒരു മാസ്റ്റർ വർക്കാണ്. അപ്പോൾ അത് താൻ കോട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ, ദറ്റ് ഈസ് ഫ്രം ദ ഫ്രഞ്ച് ഓതർ ആൻഡ് ദ ആക്ടിവിസ്റ്റ് സിമയോൺ വെയ്ൻ. അതായത് എല്ലാ പാപങ്ങളും അതിൻ്റെ പൂർണ്ണ ആക്ഷൻ നമ്മുടെ മേൽ വന്ന് കയറി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം ശ്രമിക്കും. പക്ഷേ നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹോളിനകത്ത് നാം വളരെ സേഫാണ്. പക്ഷെ ചിലപ്പോൾ നമുക്കതിനകത്ത് നമുക്ക് നിൽക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് നമ്മെ അവിടെ നിർത്താൻ പറ്റത്തുള്ളൂ. എന്തെല്ലാം സംഗതി കൊണ്ട് നമ്മുടെ ആ ശൂന്യത നമുക്ക് നിറയ്ക്കാമെന്ന് വെച്ചാലും നമുക്ക് നിറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിന് അത് ഫില്ല് ചെയ്ത് നമ്മെ ഉറപ്പിച്ച് അവിടെ നിർത്താൻ കഴിയും. ദൈവമക്കളത് വിശ്വസിക്കണം. നമ്മൾ ദൈവവുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ സ്വന്തം ജീവിതം നാം ഇടയ്ക്കൊന്ന് എക്സാമിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവൻ, നമ്മുടെ ലൈഫ് നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ നിറയ്ക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കത്തില്ല. പൊട്ടിയ സ്ഥലങ്ങളൊന്നും നന്നാക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കത്തില്ല. ഭയത്താൽ നിറഞ്ഞ സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രവർത്തിപ്പാൻ നാം അവസരം കൊടുക്കത്തില്ല. കണ്ണുനീര് നിറഞ്ഞു വരുന്നിടത്ത് ആ കണ്ണുനീര് ഒപ്പുവാൻ നാം ദൈവത്തെ അനുവദിക്കത്തില്ല. ശരിയല്ല ഞാൻ പറയുന്നത്? അത് നമ്മൾ കരുതി കൂട്ടി ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് അല്ല. നമ്മുടെ ദൈവം എത്രത്തോളം ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ ചെലുത്തി നമ്മെ ആ രക്ഷയുടെ സന്തോഷത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഗോഡ് വോണ്ട്സ് ടു ബി അവർ എവറിത്തിങ്. നമ്മുടെ എല്ലാമായി തീരുവാൻ അവൻ ആഗ്രഹം. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഗിവിങ് അവർ ലൈഫ് ടു ക്രൈസ്റ്റ്. എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു, യേശു കർത്താവേ നീ വന്ന് എൻ്റെ ഉള്ളിൽ വാഴണമേ എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് നാം രക്ഷയുടെ അവകാശികളാണെന്ന് പറഞ്ഞ് അങ്ങ് ഇരിക്കുന്നത് മാത്രമാണോ? അല്ല, അതിൽ കൂടുതലാണ്. അതായത് നമ്മളെ മുഴുവനായിട്ട് നാം ദൈവ സാന്നിധ്യത്തിലേക്ക് എറിഞ്ഞേൽപ്പിച്ച് കൊടുക്കുക. വളരെ ട്രാൻസ്പെറൻ്റായിട്ടുള്ള സുതാര്യതയുള്ളൊരു ജീവിതമാണ്. എന്ത് നന്മയുടെ വശം വന്നാലും തിന്മയുടെ വശം വന്നാലും മെസ്സിയായിട്ട് ജീവിതം പോകുന്നെന്ന് തോന്നിയാലും നാം ദൈവത്തെ സ്നേഹിച്ച് എല്ലാറ്റിനും മീതെ എല്ലാവരിലും വലിയതായിട്ട് ദൈവത്തെ കണ്ട് ദൈവത്തെ സ്നേഹിച്ച് ആ ഇൻറ്റിമസിയിൽ നാം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം നയിക്കണം. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി നാം ദൈവത്തിൽ കണ്ടെത്തണം. ഇറ്റ് ഈസ് ഫൈൻഡിങ് അവർ ഓൺലി ഐഡൻറ്റിറ്റി ഇൻ ഹിം. പറ്റുമോ? ദൈവത്തിന് നമ്മെ എല്ലാവരും വേണം. നമ്മുടെ സ്ട്രെങ്ത് അവനറിയാം, നമ്മുടെ വീക്ക്നെസ് അവനറിയാം, നാമെ കരയിപ്പിക്കുന്ന സംഗതികൾ എന്താണെന്ന് അവനറിയാം, നാം ഏതൊക്കെ സംഗതികളിലാണ് കരഞ്ഞു പോകുന്നതെന്ന് അവനറിയാം, എത്രത്തോളം നാം തകരുമെന്ന് പറയാം ഓരോ കാര്യത്തിലും. എന്തുകൊണ്ടാണ്? ഒന്നോർത്ത് നോക്കി എത്രമാത്രം യേശു കർത്താവ് എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. എൻ്റെ 100% ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞ് ഉറപ്പോടെ നിൽക്കാൻ പറ്റുമോ? അതിന് നാം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരുന്നത്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നന്മയുടെ വഴികളിൽ കൂടി നമ്മെ നടത്തി നിത്യത വരെയും പരാജയപ്പെടാത്ത ഒരു നിത്യരാജ്യം അവകാശമാക്കുവാൻ്റെ ഗുണം അവൻ നമ്മെ സഹായിക്കാൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തന്നു. ആ സന്തോഷത്തിൽ ഞാൻ നിലനിൽക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.
നിൻ്റെ കൃപ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് പോലെ നീ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളായിത്തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. മുഴുവൻ മഹത്വം കർത്താവ് കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.